സൗണ്ട് വേവ്സ് എന്ന ചാപ്റ്ററാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്ററാണ്. വളരെ ഈസി ആയിട്ട് നമുക്കിത് പഠിച്ചെടുക്കാൻ പറ്റും. കൂടുതൽ സമയമൊന്നും വേണ്ട. ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസുകളും ഇവിടുന്ന് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ കൂടെ ഉണ്ടാവണേ. ഇതൊരു സണ്ണാണ്. ഈ സണ്ണിന് ചുറ്റുമാണ് എല്ലാ പ്ലാനറ്റുകളും റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കതൊരു ഭൂമിയാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ സണ്ണിന് ചുറ്റും ഭൂമി റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അവ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇത് ഈ ഒരു കറക്കം വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു റിപ്പീറ്റഡ് ഫങ്ഷൻ ആണ്. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് തിരിച്ച് ഇവിടേക്ക് തന്നെ എത്തി, വീണ്ടും അവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് അവർക്ക് തന്നെ എത്തി. ഇത് ഇത്തരത്തിൽ ഇങ്ങനെ റിവോൾവ് ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരു പ്രോസസ്സാണ്. ഇതൊരു മോഷനാണ്. ഇതേപോലെ തന്നെ മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു സിമ്പിൾ പെൻഡലത്തിൻ്റെ മോഷൻ, അഥവാ ഒരു ബോബ്, ഒരു എമ്മാസ്, ഒരു നൂലേനെ കെട്ടി തൂക്കിയിരിക്കുക. ഇതൊരു സിമ്പിൾ പെൻഡുലമാണ്. സാധാരണ നമുക്ക് എക്സാമ്പിൾ ഊഞ്ഞാലൊക്കെ പറയാം. അപ്പോൾ ഈ ഒരു ബോഡി ഒരു ഭാഗത്തുനിന്ന് ഈ എൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് തിരിച്ച് അവിടേക്ക് എത്തി, വീണ്ടും ഇവിടേക്ക് തന്നെ എത്തുന്നു. ഇത് രണ്ടാമത്തെ ടൈപ്പ് മോഷനാണ്. ഈ രണ്ട് മോഷൻ്റെയും ഒരു പ്രത്യേകത മനസ്സിലാക്കുക ആദ്യം. നോക്കൂ, ഇത് മോഷൻ ഓഫ് എ പ്ലാനറ്റ്. ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്ന മോഷനാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള മോഷനെ പീരിയോഡിക് മോഷൻ എന്ന് പറയുന്നു. അഥവാ കുറച്ച് റെഗുലർ ഇൻ്റർവെൽ ഓഫ് ടൈമിന് ശേഷം എഗെയിൻ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന മോഷനെയാണ് പീരിയോഡിക് മോഷൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? പീരിയോഡിക് മോഷൻ. ഇതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഒരു ക്ലോക്കിൻ്റെ സൂചികൾ, അത് മിനിറ്റ് സൂചിയാവാം, അതല്ലെങ്കിൽ സെക്കൻഡ് സൂചിയാവാം, ഏതോ ആവട്ടെ, ഏതായാലും ആ സൂചികളുടെ മോഷനും അങ്ങനെ തന്നെയാണ്. കുറച്ച് സമയത്തിന് ശേഷം എഗെയിൻ അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇനി ഈ ഒരു മോഷൻ്റെ പ്രത്യേകത ആലോചിക്കണേ. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടേക്ക് എത്തി, വീണ്ടും അവിടുന്ന് ഇങ്ങോട്ട് തന്നെ വരുന്നു. അപ്പോൾ ഇവിടെ എയർ റെസിസ്റ്റൻസ് ഒന്നും ഇല്ല എങ്കിൽ, ഇതിൻ്റെ മോഷനെ എയർ പ്രതിരോധിക്കുന്നൊന്നും ഇല്ല എങ്കിൽ നോക്കണേ, ഇത് ഇവിടുന്ന് ഇവിടേക്ക് എത്തി തിരിച്ച് ഇവിടേക്ക് തന്നെ എത്തും. അതങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതിൻ്റെ പ്രത്യേകത ഒരു മീൻ പൊസിഷൻ, നോക്കൂ, അതിൻ്റെ മീൻ പൊസിഷൻ എന്ന് പറയാം. അതല്ലെങ്കിൽ അതിന് ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയാം. അതല്ലെങ്കിൽ മലയാളത്തിൽ നമ്മൾ അതിനെ സമതുല്യ സ്ഥാനം എന്ന് പറയും. അപ്പോൾ ഒരു ഇക്വിലിബ്രിയം പൊസിഷൻ എബൌട്ട് ആയിട്ട് ഇങ്ങനെ മൂവ് ചെയ്യുക, ടു ആൻഡ് ഫ്രോ, മുമ്പോട്ടും പേവോട്ടും രണ്ട് ഭാഗത്തേക്ക് ടു ആൻഡ് ഫ്രോ ആയിട്ട് മൂവ് ചെയ്യുന്ന മോഷൻസുകളെയാണ് ഓസിലേറ്ററി മോഷൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? രണ്ട് മോഷൻ മറന്നു പോകരുത്: പീരിയോഡിക് മോഷൻ, ഓസിലേറ്ററി മോഷൻ. ഇവിടെ മനസ്സിലാക്കേണ്ട പോയിന്റ്, എല്ലാ ഓസിലേറ്ററി മോഷൻസും പീരിയോഡിക് ആണ്. നോക്കൂ, ഇത് ഇവിടെ നിന്ന് പോയി അവിടേക്ക് എത്തി, തിരിച്ച് കുറച്ച് സമയം കഴിയുമ്പോൾ തിരിച്ചത് ഇനീഷ്യൽ പോയിന്റിലേക്ക് തന്നെ വരുന്നു. വീണ്ടും കുറച്ച് സമയം കഴിഞ്ഞാൽ വീണ്ടും അവിടേക്ക് തന്നെ എത്തുന്നു. അപ്പോൾ റെഗുലർ കുറച്ച് സമയത്തിന് ശേഷം തിരിച്ചതിൻ്റെ ഇനീഷ്യൽ പോയിന്റിലേക്ക് തന്നെ, അതായത് എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്തത് അവിടേക്ക് തന്നെ തിരിച്ചു വരുന്നുണ്ട്. അത്തരത്തിലുള്ള മോഷനെ നമുക്ക് പീരിയോഡിക് എന്നും പറയാം. ക്ലിയർ ആണല്ലോ? അപ്പോൾ എല്ലാ ഓസിലേറ്ററി മോഷൻസും പീരിയോഡിക് ആണ്. പക്ഷേ എല്ലാ പീരിയോഡിക് മോഷൻസുകളും എന്തല്ല? ഓസിലേറ്ററി മോഷൻ അല്ല. ഇതൊരു മീൻ പൊസിഷൻ എബൌട്ട് ആയിട്ട് ടു ആൻഡ് ഫ്രോ മോഷൻ ആണോ? അല്ല. അപ്പോൾ അത് കൃത്യമായിട്ട് ആ പോയിന്റ് മനസ്സിലാക്കണം. ഇതിന് നമുക്ക് മറ്റൊരു എക്സാമ്പിളും പറയാം. ഒരു സ്പ്രിങ് ഒരു എം മാസുമായിട്ട് കണക്ട് ചെയ്തിരിക്കുക. ഇതിനെ ഞാൻ എന്ത് ചെയ്യുന്നു, ഈ സ്പ്രിങ്ങിന് മാസിന് ഞാൻ ജസ്റ്റ് ഒന്ന് ഫോഴ്സ് കൊടുത്ത് ഓസിലേറ്റ് ചെയ്യുക. അപ്പോൾ സ്പ്രിങ് ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യും. അതും ഒരു മീൻ പൊസിഷൻ എബൌട്ട് ആയിട്ട്, അഥവാ ഒരു സമതുല്യ സ്ഥാനത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും ടു ആൻഡ് ഫ്രോ ആയിട്ട് ഓസിലേറ്റ് ചെയ്യും, അവിടെ ഒരു പ്രതിരോധവും ഇല്ല എങ്കിൽ. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതൊക്കെയാണ് ഓസിലേറ്ററി മോഷൻ. ഇതിനെയാണ് പീരിയോഡിക് മോഷൻ എന്ന് പറയുന്നത്. ഈ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി ഇതിലെ പോയിന്റിലേക്ക് വരാം. നോക്കൂ, നമുക്കിതിൽ ഓസിലേറ്ററി മോഷനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. നോക്കണം കേട്ടോ. ഈ ഒരു ബോബ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് മീൻ പൊസിഷനിൽ നിന്നും അതിന് കിട്ടാവുന്ന മാക്സിമം ഡിസ്പ്ലേസ്മെന്റ്, അഥവാ ഒരു എൻഡിലേക്ക് മൂവ് ചെയ്യാൻ പറ്റാവുന്ന മാക്സിമം ദൂരം, അതിനെയാണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ശ്രദ്ധിക്കണേ, ആംപ്ലിറ്റ്യൂഡ് എ. അപ്പോൾ ഇവിടുന്ന് വിട്ട സാധനം തിരിച്ച് ഇങ്ങനെ ഇവിടേക്ക് എത്തിയായിരിക്കും. അപ്പോൾ മീൻ പോസ്റ്റിൽ നിന്ന് മാക്സിമം എത്ര ദൂരെത്തിയോ ആ ദൂരത്തിനെയാണ് ആംപ്ലിറ്റ്യൂഡ്, അതിനെ സ്മോൾ ലെറ്റർ എ കൊണ്ട് സൂചിപ്പിക്കുന്നു. ആംപ്ലിറ്റ്യൂഡ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ശ്രദ്ധിക്കണേ, അഥവാ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ടു വൺ സൈഡ് ഫ്രം ഇറ്റ്സ് ഇക്വിലിബ്രിയം പോയിന്റ്. ഇക്വിലിബ്രിയം പോയിന്റിന് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് കിട്ടാവുന്ന മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ആണ്. അതല്ലെങ്കിൽ സമതുല്യ സ്ഥാനത്തിൽ നിന്ന്, അഥവാ ഇക്വിലിബ്രിയം പോയിന്റിൽ നിന്ന് ഒരു വശത്തേക്കുള്ള ഏറ്റവും കൂടിയ സ്ഥലമാറ്റം. ക്ലിയർ ആണല്ലോ? ഇതാണ് ആംപ്ലിറ്റ്യൂഡ്. രണ്ടാമതായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ടൈം പീരീഡാണ്. ഓക്കെ,
ഇത് എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ബിയിലേക്ക് എത്തി, തിരിച്ച് സിയിലേക്ക് എത്തി, എഗെയിൻ എ എന്ന പോയിന്റിലേക്ക് തന്നെ എത്താൻ എടുക്കുന്ന സമയമാണ് ടൈം പീരിയഡ്. മനസ്സിലാക്കണം, എവിടുന്നാണോ സ്റ്റാർട്ട് ചെയ്ത് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒരു കംപ്ലീറ്റ് ഓസിലേഷൻ കഴിഞ്ഞതിന് ശേഷം അവിടേക്ക് എത്തുക. ക്ലിയർ? അത് പല രൂപത്തിൽ പറയാം കേട്ടോ. ടൈം പീരീഡ് ഒന്ന് അങ്ങനെ മെഷർ ചെയ്യാം, അതല്ലെങ്കിൽ ഇവിടുന്ന് പറയാം. ഇപ്പൊ സിന്ന് സ്റ്റാർട്ട് ചെയ്ത് ബിയിലേക്ക് എത്തി തിരിച്ച് സിയിലേക്ക് എത്താൻ എടുക്കുന്ന സമയം നോക്കണേ. സിന്ന് സ്റ്റാർട്ട് ചെയ്ത് ബിയിലേക്ക് എത്തി തിരിച്ച് സിയിലേക്ക് എത്താൻ എടുക്കുന്ന സമയം, അതാണ് ടൈം പീരീഡ്. ഇനി ഇവിടുന്ന് പറയാം, മീൻ പൊസിഷൻ ആകുമ്പോൾ ഇവിടുന്ന് പറയേണ്ടത് ബിയിലേക്ക് എത്തി തിരിച്ച് സിയിലേക്ക് എത്തി എഗെയിൻ എയിലേക്ക് എത്താൻ എടുക്കുന്ന സമയമാണ് ടൈം പീരീഡ്. ക്ലിയർ? നോക്കണേ, ദ ടൈം ടേക്കൺ ഫോർ വൺ കംപ്ലീറ്റ് ഓസിലേഷൻ, അതിനെയാണ് ഒരു ഓസിലേഷൻ എന്ന് പറയാം. ശ്രദ്ധിക്കട്ടോ, എവിടുന്നാണോ സ്റ്റാർട്ട് ചെയ്തത് അവിടുന്ന് പോയി തിരിച്ച് അതേ പോയിന്റിലേക്ക് തന്നെ എത്തുക, അതിന് ഒരു ഓസിലേഷൻ. ഇനി വീണ്ടും ഇവിടേക്കെത്തി കഴിഞ്ഞാൽ രണ്ടാമത്തെ ഓസിലേഷൻ. ക്ലിയർ അല്ലേ? ഓസിലേഷൻ മറന്നു വരുത്, അഥവാ ഒരു പൂർണ്ണ ദോളനം. ഓസിലേഷൻ നമ്മൾ ദോളനം എന്നാ പറയാ. ഓക്കെ, ഒരു പൂർണ്ണ ദോളനം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയമാണ് ടൈം പീരീഡ്. ഇനി നോക്കണേ, അതിൻ്റെ യൂണിറ്റ്, അത് ടൈമാണ്, അപ്പോൾ യൂണിറ്റ് സെക്കൻഡ് ആയിരിക്കും, അതിൽ സംശയമൊന്നും വേണ്ട. ഇനി മറ്റൊന്നാണ് ഫ്രീക്വൻസി. ഫ്രീക്വൻസി പറഞ്ഞാൽ ടൈം പീരീഡ് നേരെ ഓപ്പോസിറ്റാണ്. അഥവാ ഒരു ഓസിലേഷൻ എടുക്കുന്ന സമയം ടൈം പീരീഡ് ആണെങ്കിൽ ഒരു സെക്കൻഡിൽ എത്ര പ്രാവശ്യം ഓസിലേഷൻ, അഥവാ എത്ര ദോളനം നടന്നു എന്നുള്ളതാണ് ഫ്രീക്വൻസി. ക്ലിയർ അല്ലേ? നോക്കണം കേട്ടോ, അഥവാ നമ്പർ ഓഫ് ഓസിലേഷൻ പെർ സെക്കൻഡ്, ഒരു സെക്കൻഡിൽ എത്ര ദോളനം നടന്നു. ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന ദോളനങ്ങളുടെ എണ്ണത്തിനെയാണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അതിൻ്റെ യൂണിറ്റ് മറക്കല്ലേ, ഇറ്റ്സ് ഹേർട്സ് ആണ് അതിൻ്റെ യൂണിറ്റ്. ഓക്കെ, HZ. ക്ലിയർ അല്ലേ? ഒരു 3 ടേമാണ്, ആംപ്ലിറ്റ്യൂഡ്, ടൈം പീരീഡ്, ഫ്രീക്വൻസി. ഇതും കൂടി ക്ലിയർ ആയി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസുകളൊക്കെ വളരെ സിമ്പിളാണ്. നമുക്ക് നോക്കാം ഓരോ കാര്യങ്ങൾ. ഇത് നോക്കൂ, ഇവിടെ ഒരു ഓസിലേഷൻ നടക്കുകയാണ്. ഒരു മിനിറ്റിൽ 30 ഓസിലേഷൻ നടന്നു എങ്കിൽ നമ്മളോട് ക്വസ്റ്റ്യൻ പറയാണ്, അതിൻ്റെ ഫ്രീക്വൻസി കാണണം, ടൈം പീരീഡ് കാണാൻ പറയാണ്. നോക്കണേ, ഒരു മിനിറ്റിൽ 30 ഓസിലേഷൻ നടന്നാൽ ഈ ഒരു മിനിറ്റിനെ സെക്കൻഡിലേക്ക് മാറ്റുക. ആദ്യം ഫസ്റ്റ് പരിപാടി ഇതാണ്. ഓക്കെ, SI യൂണിറ്റിലേക്ക് മാറ്റുക സിസ്റ്റം. ഓക്കെ, അപ്പോൾ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡാണ്. അപ്പോൾ 60 സെക്കൻഡിൽ 30 ഓസിലേഷൻ നടന്നുവെങ്കിൽ ഇനി ഇവിടുന്ന് ടൈം പീരീഡും ഫ്രീക്വൻസിയൊക്കെ നമുക്ക് എളുപ്പത്തിൽ കാണാലോ. ഇനി ഫ്രീക്വൻസി എന്താണെന്ന് ആലോചിച്ച് നോക്കൂ. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഒരു സെക്കൻഡിൽ എടുക്കുന്ന നമ്പർ ഓഫ് ഓസിലേഷനാണ്. നോക്കൂ, 60 സെക്കൻഡിൽ 30 ഓസിലേഷൻ. അപ്പോൾ ഒരു സെക്കൻഡിൽ എത്ര ഓസിലേഷൻ? ലോജിക്ക് മതി, ഇക്വേഷൻ ഒന്നും വേണ്ട. നോക്കൂ, 60 സെക്കൻഡിൽ 30 ഓസിലേഷൻ. അപ്പോൾ ഒരു സെക്കൻഡിൽ എത്ര ഓസിലേഷൻ കിട്ടണമെന്ന് വെച്ചാൽ ഇവിടെ ഒന്നാവണമെങ്കിൽ 60 ഡിവൈഡ് ചെയ്യണം. ഇവിടെ 60 ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു സെക്കൻഡ് വന്നു, അപ്പോൾ ഇവിടെ 60 ഡിവൈഡ് ചെയ്യണം. 30/60 കണ്ടോ? അതാണ് നമ്മുടെ ഫ്രീക്വൻസി 1/2. ക്ലിയർ? 1/2 എന്ന് പറഞ്ഞാൽ 0.5, ഹാഫ് ആണ്, 0.5 ഹേർട്സ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇക്വേഷൻ്റെ ആവശ്യമൊന്നുമില്ല, വെരി സിമ്പിൾ. ഈ നേരെ തിരിച്ച് ടൈം പീരീഡ് കാണണമെങ്കിൽ നോക്കൂ, 30 ഓസിലേഷൻ എടുക്കുന്ന സമയം 60 സെക്കൻഡാണ്. അപ്പോൾ ഒരു ഓസിലേഷൻ എടുക്കുന്ന സമയം, അതല്ലേ നമ്മുടെ ടൈം പീരീഡ്. നോക്കൂ, 30 ഓസിലേഷൻ 60 സെക്കൻഡ് എടുത്തുവെങ്കിൽ ഒരു ഓസിലേഷന് എത്ര സെക്കൻഡ് എടുക്കും? 30 ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 60/30 കണ്ട, ദാറ്റ് ഈസ് 2 സെക്കൻഡ്. അപ്പോൾ അതാണ് ടൈം പീരീഡ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് കൃത്യമായിട്ടൊരു ഇക്വേഷനിലേക്ക് വരാം. നോക്കൂ, ഫ്രീക്വൻസി കാണാൻ നമ്മൾ ചെയ്യുന്നത്, നമുക്ക് 30 എന്ന് പറഞ്ഞ നമ്പർ ഓഫ് ഓസിലേഷനാണ്, നമ്പർ ഓഫ് ദോളനം. എത്ര ദോളനം? അത് 30. 60 എന്ന് പറഞ്ഞാൽ ടോട്ടൽ സമയം. അപ്പോൾ നമ്പർ ഓഫ് ഓസിലേഷൻ ബൈ ടൈമാണ് ഫ്രീക്വൻസി, അഥവാ നമ്പർ ദോളനങ്ങളുടെ എണ്ണം ഡിവൈഡ് ബൈ ആകെ സമയം. ഇനി ടൈം പീരീഡ് കാണാൻ അപ്പോഴും നോക്കുകയോ, ഇവിടെ 60 എന്ന് പറഞ്ഞാൽ ടോട്ടൽ സമയമാണ്, 30 എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ദോളനമാണ്, നമ്പർ ഓഫ് ഓസിലേഷൻ. അപ്പം നോക്കൂ, T=T/T. ഈ രണ്ട് ഇക്വേഷൻ നമുക്ക് ഒരു കാര്യം മനസ്സിലായി, ടൈം പീരീഡിൻ്റെ നേരെ തിരിച്ചെഴുതിയാൽ നമുക്ക് ഫ്രീക്വൻസി കിട്ടും. അപ്പോൾ ടൈം പീരീഡിൻ്റെ റെസിപ്രോക്കൽ ഫ്രീക്വൻസിയാണ്. ഇതാണ് ഇവിടെ നിന്ന് ഉണ്ടാക്കുന്ന ഇക്വേഷൻ. അപ്പം ഇനി ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും ഇക്വേഷനിൽ കൊടുത്താൽ മതി. N എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഓസിലേഷൻ, ഉണ്ട് 30 ഓസിലേഷൻ, 30 കൊടുക്കുക. ടൈം ഒരു മിനിറ്റ് പറഞ്ഞാൽ 60 സെക്കൻഡ്, അപ്പോൾ 60 കൊടുക്കുക, അപ്പോൾ ഫ്രീക്വൻസി കിട്ടും. ഇനി ടൈം പീരീഡ് ആണെങ്കിൽ നേരെ തിരിച്ച്, ടോട്ടൽ ടൈം ഒരു മിനിറ്റ് പറഞ്ഞാൽ 60 സെക്കൻഡ്, ടോട്ടൽ 30. സിമ്പിൾ. ക്ലിയർ അല്ലേ? ഇത് നോക്കണം കേട്ടോ, ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. L ലെങ്ത് ഉള്ള ഒരു സ്ട്രിങ്ങിൻ്റെ എൻഡിൽ ഒരു ബോബ് ഓഫ് മാസ് M കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ടൈം പീരീഡിൻ്റെ ഇക്വേഷൻ ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. നോക്കണേ, ഇത് നമ്മൾ +1 +2 പഠിക്കുന്നതാണ്. ഇപ്പം തന്നെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് അഡ്വാൻറ്റേജ് ആയിരിക്കും. ഒരു A+ രൂപത്തിലുണ്ടാകുന്ന ക്വസ്റ്റ്യനൊക്കെ ആയിട്ട്. ഇനി അഥവാ എക്സാമിന് ക്വസ്റ്റ്യൻ ഒന്ന് ടൈറ്റ് ആവുകയാണെങ്കിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസുകൾ ചോദിക്കാൻ സാധ്യതയുണ്ട്.
അപ്പോൾ ഓർത്തിരിക്കുക ടി ഈസ് ഈക്വൽ ടു 2π√L/g ആണ് ഇക്വേഷൻ. ഒരു സിമ്പിൾ പെല്ലത്തിൻ്റെ ടൈം പീരീഡ് കാണാനുള്ള ഇക്വേഷൻ. അപ്പോൾ ഇതിനെ തിരിച്ച് എൽ എന്ന് പറഞ്ഞാൽ ആ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് ആണ്, ആ നൂലിൻ്റെ ലെങ്ത്. ജി എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ക്ലിയർ? ഗ്രാവിറ്റി കാരണം ഉണ്ടാകുന്ന ആക്സിലറേഷൻ അഥവാ ത്വരണം. നോക്കണേ, അങ്ങനെയെങ്കിൽ ഇവിടുന്ന് ഫ്രീക്വൻസി കിട്ടും. തിരിച്ചെടുത്താൽ മതി, രണ്ടോടും തിരിച്ചിടും. ഇവിടെ 2π തിരിച്ചിടുമ്പോൾ 1/2π, ഇതിനെ തിരിച്ചിടുമ്പോൾ g/L. അപ്പോൾ ഫ്രീക്വൻസിൻ്റെ ഇക്വേഷനും കിട്ടി. ഇനി നോക്കണം കേട്ടോ, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി സെയിം ആണ്, 9.8 m/s ആണ്. അത് ഭൂമിയിൽ അത് കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ അത് കോൺസ്റ്റന്റ് ആണെങ്കിൽ നമുക്ക് പറയാം ടൈം പീരിയഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു √L. ഒരു സിമ്പിൾ പെല്ലത്തിൻ്റെ ടൈം പീരിയഡ് ആ സിമ്പിൾ പെന്നിൻ്റെ ലെങ്ത്തിൻ്റെ അല്ലെങ്കിൽ ആ നൂലിൻ്റെ ലെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് നോക്കൂ, √L ടൈംസ്. ഇനി ശ്രദ്ധിക്കണം, നോക്കണേ. അപ്പോൾ L ലെങ്ത് ഉള്ള സ്ട്രിങ് ആണെങ്കിൽ അതിൽ ടൈം പീരീഡ് T ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ലെങ്ത് ഡബിൾ ആക്കുക, ലെങ്ത് കൂട്ടുകയാണെ, ലെങ്ത് ഡബിൾ ആക്കി. ലെങ്ത് ഡബിൾ ആക്കുമ്പോൾ ഇവിടെ √2L എന്നാ വരിക. അപ്പോൾ ടൈം പീരീഡ് √2 ടൈംസ് കൂടുക ചെയ്യുക. ലെങ്ത് കൂട്ടും തോറും ടൈം പീരീഡ് കൂടും. ഞാൻ പറയുന്ന ലോജിക്ക് മനസ്സിലാക്കണേ. ടൈം പീരീഡ് കൂടുക എന്ന് പറഞ്ഞാൽ നോക്കൂ, ഇപ്പം ആദ്യം ലെങ്ത് L ആണ്, അത് ഇവിടുന്ന് മൂവ് ചെയ്ത് ഇവിടേക്ക് എത്താൻ എടുക്കുന്ന സമയം ഒരു T ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇനി ലെങ്ത് ഞാൻ കൂട്ടി. ലെങ്ത് കൂട്ടിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് വന്ന് ഇവിടേക്ക് എത്താനുള്ള സമയം കൂടും, √2 ടൈംസ് ആയിട്ട് കൂടും. ഓക്കെ, ടൈം കൂടുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ, അത് സ്ലോവർ ആവുന്ന അർത്ഥം. ആദ്യം ഇങ്ങനെ വന്നിരുന്ന സാധനം ലെങ്ത് കൂട്ടിക്കഴിഞ്ഞാൽ അത് പിന്നെ ഒന്നുകൂടി പതിയെ സ്ലോവർ ആയിട്ടാണ് വരിക. ടൈം കൂടുക എന്ന് പറഞ്ഞാൽ സ്ലോ ആവുന്ന അർത്ഥം, മനസ്സിലാക്കണം. അപ്പോൾ ഒരു സിമ്പിൾ പെല്ലത്തിൻ്റെ നൂലിൻ്റെ ലെങ്ത് കൂടുന്നതനുസരിച്ച് ടൈം കൂടിക്കൊണ്ടേയിരിക്കും. ടൈം കൂടുക മീൻസ് അത് ഓസിലേറ്റ് ചെയ്യുന്ന സമയം, സ്പീഡ് കുറഞ്ഞുകൊണ്ടേയിരിക്കും, വേഗത. ക്ലിയർ ആണല്ലോ? ആ ഒരു ലോജിക്ക് മനസ്സിലുണ്ടാവണേ. ഓക്കെ, അപ്പോൾ ഇനി ലെങ്ത്തിന് ഞാൻ 4 ഇരട്ടി ആക്കിയാൽ നോക്കൂ, 4 ഇരട്ടി ആകുമ്പോൾ ടൈം പീരീഡ് 4√L ആവും. 4ൻ്റെ √4L. അപ്പോൾ 4ൻ്റെ √2, അപ്പോൾ ടൈം പീരീഡ് 2 ടൈംസ് ആയിട്ട് കൂടും. ഇനി അതുപോലെ ജനറൽ ആയിട്ട് പഠിച്ചു വെക്കുക, ലെങ്ത് n ടൈംസ് ആയിട്ട് കൂട്ടിയാൽ ടൈം പീരീഡ് √n ടൈംസ് ആയിട്ട് കൂടും. ക്ലിയർ അല്ലേ? അതൊന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കണേ. അപ്പോൾ ഇവിടുന്ന് മനസ്സിലാക്കേണ്ട കാര്യം, ലെങ്ത് കൂടുന്തോറും ടൈം പീരീഡ് കൂടും. ടൈം പീരീഡ് കൂടുമ്പോൾ ഫ്രീക്വൻസി കുറയും. ഓക്കെ, അതേപോലെ നേരെ തിരിച്ചും പറയാം, ലെങ്ത് കുറയുകയാണെങ്കിൽ ടൈം പീരീഡ് കുറയും, ടൈം പീരീഡ് കുറഞ്ഞാൽ ഫ്രീക്വൻസി കൂടും. ഓക്കെ, ഇനി അടുത്തത് ഫ്രീക്വൻസി അഥവാ ആവൃത്തി. ആവൃത്തി നമുക്ക് 2 രൂപത്തിലുണ്ട്, നോക്കണേ. ഒന്ന് നാച്ചുറൽ ഫ്രീക്വൻസി ഉണ്ട്, മറ്റൊന്ന് ഫോഴ്സ്ഡ് ഫ്രീക്വൻസി ഉണ്ട്, അഥവാ സ്വാഭാവിക ആവൃത്തിയുണ്ട്, അതല്ലെങ്കിൽ നിർബന്ധിത ആവൃത്തിയുണ്ട്. നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നാച്ചുറൽ. അവ ഒബ്ജക്റ്റുകളുടെ വൈബ്രേഷൻ കാരണം ഈ നാച്ചുറൽ ലെങ്ത്തിൽ അതിലൊരു വൈബ്രേഷൻ ഉണ്ടാവും. അത് വെറുതെ റെസ്റ്റ് ചെയ്തിരിക്കുന്ന എല്ലാ ബോഡികളും ഫ്രീ സ്റ്റേറ്റിലാണ്. ഫ്രീ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ മോഷണമൊന്നും ഇല്ലാത്തൊരവസ്ഥയിലാണെങ്കിൽ അതിൽ ജനറലി ഒരു വൈബ്രേഷൻ ഉണ്ട്, എല്ലാ വസ്തുക്കൾക്കും ഉണ്ട്. ഓക്കെ, ആ സമയത്ത് ഉണ്ടാകുന്ന ഫ്രീക്വൻസിനെയാണ് നാച്ചുറൽ ഫ്രീക്വൻസി അഥവാ സ്വാഭാവിക ആവൃത്തി എന്ന് പറയുന്നത്. പക്ഷേ ഒരു ഫോഴ്സ്ഡ്, ഞാനൊരു ബോഡിയിൽ ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ട് അതിന് വൈബ്രേഷൻ ചെയ്യുകയാണ് എങ്കിൽ നോക്കണം, അതിനെയാണ് ഫോഴ്സ്ഡ് അല്ലെങ്കിൽ നിർബന്ധിത ആവൃത്തി എന്ന് പറയുന്നത്. അങ്ങനെ 2 ഫ്രീക്വൻസികളുണ്ട്, നോക്കണേ. ഈ ഫോഴ്സ്ഡ് ഫ്രീക്വൻസിയാണ് നമ്മൾ റേഡിയോ ട്യൂണിങ് പ്രോസസ്സിന് അല്ലെങ്കിൽ MRI സ്കാനിങ്ങിന് ബ്രേക്കിംഗ് ഗ്ലാസ്, ഒരു ഗ്ലാസിനെ ബ്രേക്ക് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഒരു ഫോഴ്സ് കൊടുക്കുക, അപ്പോൾ നമ്മൾ ഫോഴ്സ് കൊടുക്കുമ്പോൾ അതിനുള്ള പാർട്ടിക്കിൾസ് ഒക്കെ വൈബ്രേറ്റ് ചെയ്ത് അവർ പൊട്ടിപ്പോകും. ഈ ഒരു ഫിനോമിനയാണ്. ഓക്കെ, പക്ഷെ ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നോക്കുക, നാച്ചുറൽ ഫ്രീക്വൻസിയും ഈ ഫോഴ്സ്ഡ് ഫ്രീക്വൻസിയും സെയിം ആവുക, 2 റെസൊണൻസ് ആവുക, 2 ആവൃത്തിയും ഈക്വൽ ആയി കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ പേന ഇതിനൊരു ഫ്രീക്വൻസി ഉണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഫോഴ്സ്, അത് ഫോഴ്സ്ഡ് ഫ്രീക്വൻസി, അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന പാർട്ടിക്കിളിൻ്റെ വൈബ്രേഷൻ മാറും, ആ ഫ്രീക്വൻസിയെ മാറും. ക്ലിയർ അല്ലേ? സപ്പോസ് നാച്ചുറൽ ഫ്രീക്വൻസിയും ഫോഴ്സ്ഡ് ഫ്രീക്വൻസിയും ഈക്വൽ ആവുകയാണ് എങ്കിൽ അതിനെയാണ് റെസൊണൻസ് എന്ന് പറയുന്നത്. നോക്കണേ, അതിന് പറയുന്ന പേര് റെസൊണൻസ്. ആ സമയത്ത് അതിൻ്റെ ഉള്ളിലുണ്ടാകുന്ന പാർട്ടിക്കിൾ മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യും. ആ മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ അത് പൊട്ടിപ്പോവാനുള്ള സാധ്യത ഏറ്റവും കൂടുതലാണ്.
എടോ ഏതുപോലെ? നിങ്ങൾ ആർമി ഓഫീസേഴ്സ് ഒരു ബ്രിഡ്ജ്, ഒരു തൂക്ക് പാലത്തിന്റെ മുകളിലൂടെ പോകണ്ടിട്ടുണ്ടോ? അവർ മാർച്ച് ചെയ്ത് പോവാന്ന് വിചാരിച്ചോ? അവർ റോഡിലൂടെ ഒക്കെ പോകുമ്പോൾ നന്നായിട്ട് കൈയൊക്കെ അടിച്ച് കാലൊക്കെ ചവിട്ടി നല്ല സൗണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് പോകും. പക്ഷെ ഒരു പാലത്തിന്റെ മുകളിലേക്ക് എത്തുമ്പോൾ ഒരു കാലുകൊണ്ട് ചവിട്ടൂല, ഒരു കൈ മാത്രം വീശിയിട്ടാ പോവുക. ഒരു സ്ലോ ആയിട്ട് നടന്നു പോകും. അതെന്തുകൊണ്ടാണെന്ന് അറിയോ? അതിന് കാരണം റെസണൻസാ. സപ്പോസ് ആ ഒരു പാലത്തിന്, ആ ബ്രിഡ്ജിന് ഒരു ഫ്രീക്വൻസി ഉണ്ട്. ദാറ്റ് ഇസ് നാച്ചുറൽ ഫ്രീക്വൻസി. ആ നാച്ചുറൽ ഫ്രീക്വൻസിനോട് ഈക്വൽ ആയിട്ടുള്ള ഒരു ഫ്രീക്വൻസി അവർ മാർച്ച് ചെയ്യുന്ന സമയത്ത് കൊടുത്താൽ അത് റെസണൻസിൽ ഒക്കെ ചെയ്യും. റെസണൻസിൽ എത്തിക്കഴിഞ്ഞാൽ ആ ബ്രിഡ്ജ് പൊട്ടിപ്പോകും. അപ്പോൾ അവരെങ്ങാനും മാർച്ച് ചെയ്തുകൊണ്ട് ഒരു ബ്രിഡ്ജിലൂടെ പോയി കഴിഞ്ഞാൽ അവിടെ റെസണൻസിന് സാധ്യതയുണ്ട്. അപ്പോൾ അത് പൊട്ടിപ്പോകാനുള്ള സാധ്യത ഉള്ളത് കൊണ്ടാണ് അവർ ബ്രിഡ്ജിലെത്തുന്ന സമയത്ത് മാർച്ച് അവർ കാലുകൊണ്ട് ശക്തമായി ചവിട്ടാതെ മൂവ് ചെയ്യുന്നത്. ഓക്കെ, ആ കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ജസ്റ്റ് 2 കാര്യമേ ഉള്ളൂ, കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട. ഫ്രീക്വൻസികൾ 2 ഫോഴ്സ്ഡും നാച്ചുറലും. അതിൽ റെസണൻസ് എന്ന് പറഞ്ഞൊരു സംഗതി കൂടി ഓർത്ത് വെക്കുക. മറ്റൊന്ന്, ഇനി വേവിന്റെ മോഷനിലേക്ക് പോവാണ്. എന്താണ് വേവ്? ഒന്ന് ആലോചിക്കൂ. എന്താ വേവ് എന്ന് പറഞ്ഞാൽ? വേവ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ട്രാൻസ്ഫർ ഓഫ് എനർജിയാ, അഥവാ മനസ്സിലാക്കണേ, ഊർജ കൈമാറ്റം. ഇപ്പോൾ സൗണ്ട് ഒരു വേവാണ്. ഞാൻ ഇവിടുന്ന് ഹലോ എന്ന് പറയുന്നു, അത് അവിടെ ഇരിക്കുന്ന ആളുകൾ കേൾക്കുന്നു. എങ്ങനെ കേൾക്കുന്നത്? ഒരു വേവ് ഫോമിലാണ്. അഥവാ ഇവിടെ അറ്റ്മോസ്ഫിയറിൽ ഇവിടെ കുറേ പാർട്ടിക്കിൾസ് ഉണ്ട്, നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ഒരുപാട് പാർട്ടിക്കിൾസ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ ഹലോ എന്ന് പറയുമ്പോൾ ഈ പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യും. അതായത് ചുണ്ടിൻ്റെ മുമ്പിലുണ്ടാകുന്ന ഈ പാർട്ടിക്കിൾ പതുക്കെ വൈബ്രേറ്റ് ചെയ്യും. അപ്പോൾ തൊട്ടടുത്ത് വേറെ പാർട്ടിക്കിൾ ഉണ്ടാകും, അതിനും വൈബ്രേഷൻ എനർജി ഇങ്ങനെ കൈമാറ്റും. അത് വൈബ്രേറ്റ് ചെയ്യും, ആ എനർജി തൊട്ടടുത്തിന് കൊടുക്കും, അത് വൈബ്രേറ്റ് ചെയ്യും. അങ്ങനെ എനർജി ഓരോ പാർട്ടിക്കിളിനായിട്ട് കൈമാറ്റം ചെയ്തുകൊണ്ടാണ് ആ വേവ് നിങ്ങളിലേക്ക് എത്തുന്നത്. അപ്പം ഇങ്ങനെ എനർജിനെ അല്ലെങ്കിൽ ഊർജത്തിനെ കൈമാറ്റം ചെയ്യുന്ന ഒരു രീതിയാണ് വേവ്. വേവ് എന്താന്ന് ക്ലിയർ ആയി വിചാരിക്കുന്നു. ഇങ്ങനെ പല വേവുകളുണ്ട്. സൗണ്ട് വേവ് അല്ലാതെ വാട്ടർ വേവ് ഉണ്ട്, തിരമാലകൾ. അതും എനർജിയാ. അങ്ങ് ദൂരെ ഉണ്ടാകുന്ന ഒരു എനർജി ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് കൊണ്ടുവരിക. ഇതാണ് അവിടെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നോക്കണേ. എന്തായിരുന്നാലും വേവുകൾ 2 തരത്തിലാണ്. ഏതൊക്കെയാണ് അറിയോ? മെക്കാനിക്കൽ, അവ തരംഗങ്ങൾ 2 ഒന്ന് മെക്കാനിക്കൽ, യാന്ത്രിക തരംഗമുണ്ട്. രണ്ടാമത് നോൺ മെക്കാനിക്കൽ അഥവാ അയാന്ത്രിക തരംഗങ്ങളുണ്ട്. ക്ലിയർ ആണല്ലോ? മറന്നു വരുത്. മെക്കാനിക്കൽ, നോൺ മെക്കാനിക്കൽ വളരെ ഈസി ആട്ടോ. മെക്കാനിക്കൽ എന്ന് പറഞ്ഞാൽ ദ വേവ്സ് ഒരു മീഡിയത്തിലൂടെ കടന്നു പോകുന്ന, അവർക്ക് എന്തെങ്കിലും ഒരു മീഡിയം വേണം, ഫ്രീ സ്പേസിലൂടെ പോകാൻ കഴിയാത്ത അത്തരത്തിലുള്ള വേവുകളെയാണ് നമ്മൾ മെക്കാനിക്കൽ അവ യാന്ത്രിക തരംഗം എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് സൗണ്ട് വേവ്, വാട്ടർ വേവ്, ലൈറ്റിനൊക്കെ പോകണമെങ്കിൽ ഒരു മീഡിയം വേണം. നോക്കണേ, വാട്ടർ വേവിന് പോകണമെങ്കിൽ വാട്ടർ മീഡിയം വേണം, സൗണ്ട് വേവിന് മീഡിയം വേണം. അപ്പം അത്തരത്തിലുള്ള വേവുകളെ മെക്കാനിക്കൽ വേവ്സ് എന്ന് പറയുന്നു. ഇനി നോക്കണേ, നോൺ മെക്കാനിക്കൽ വേവ്സ് എന്ന് പറഞ്ഞാൽ മീഡിയം ആവശ്യമില്ലാത്ത, നോക്കൂ, EM വേവ്സുകളാണ് എക്സാമ്പിൾ. EM വേവ്സ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. ഓക്കെ, നോക്കണേ, എന്താ ഇലക്ട്രോമാഗ്നറ്റിക് തരംഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ അറിയോ? റേഡിയോ വേവ്സ്, മൈക്രോവേവ്സ്, ഇൻഫ്രാറെഡ്, വിസിബിൾ ലൈറ്റ്, അൾട്രാ വയലറ്റ്, എക്സ്റേ, ഗാമ റേസ്. ഇവർക്കൊന്നും മൂവ് ചെയ്യണമെങ്കിൽ എന്തിൻ്റെ ആവശ്യമില്ല? ഒരു മീഡിയത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അത്തരത്തിലുള്ള വേവുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നോൺ മെക്കാനിക്കൽ വേവ്സ് എന്ന് പറയുന്നത്. സോറി, ലൈറ്റ് ഇല്ല കേട്ടോ. സൗണ്ട് വേവ്, വാട്ടർ വേവ്. ഓക്കെ, ഈ ലൈറ്റ് ഇവിടെ വരും. ലൈറ്റിന് ട്രാവൽ ചെയ്യാൻ ഒരു മീഡിയത്തിൻ്റെ ആവശ്യമില്ല. ക്ലിയർ ആണല്ലോ? ഇതാണ് നമുക്ക് 2 ടൈപ്പ് വേവ്സുകൾ ഉള്ളത്. ഈ അതിലെ മെക്കാനിക്കൽ വേവ്സിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, ഒരു മീഡിയത്തിലൂടെ സഞ്ചരിക്കുന്ന വേവുകളാണ്. അപ്പോൾ മെക്കാനിക്കൽ വേവ്സിലേക്ക് വരുമ്പോൾ ഒരു 2 തരത്തിലാണുള്ളത്. ഒന്ന് ലോഞ്ചിറ്റ്യൂഡിനൽ, 2 ട്രാൻസ്വേഴ്സ്. ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ദീർഘാക്ഷ തരംഗം, 2 ലംബ തരംഗം. ഇങ്ങനെ 2 തരത്തിലാണ്. ശ്രദ്ധിക്കട്ടോ, വെരി സിമ്പിൾ. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ വെച്ച് പറയാം. ഞാൻ 2 സ്പ്രിങ് എടുത്തു, കുറച്ച് ലെങ്ത് വലിയൊരു സ്പ്രിങ് എടുത്തു. ഈ സ്പ്രിങ്ങിനെ 2 രൂപത്തിൽ ഞാൻ വൈബ്രേറ്റ് ചെയ്യിക്കാൻ പോവുകയാണ്. ഞാൻ ഒരു ഫോഴ്സ് കൊടുക്കുക. ഫസ്റ്റ് ഇത് ഇങ്ങനെ ഇരിക്കുന്ന സ്പ്രിങ്ങിനെ ഇവിടുന്ന് ഇങ്ങനെ ഒരു ഫോഴ്സ് കൊടുത്തു. അങ്ങനെ ഇരിക്കുന്ന സ്പ്രിങ്ങിനെ ആയിരിക്കുന്ന അതേ ഡയറക്ഷനിൽ അങ്ങോട്ടൊരു ഫോഴ്സ് കൊടുക്കും. അപ്പോൾ നിങ്ങളുടെ മുഖത്താണ് അങ്ങനെ ഇരിക്കുന്ന സ്പ്രിങ്, ഇവിടുന്ന് അങ്ങോട്ടൊരു ഫോഴ്സ് കൊടുത്തു. കണ്ടോ, ഇവിടുന്ന് അങ്ങോട്ട്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ഫോഴ്സ് കൊടുക്കുന്നു ഒന്നാമത്തെ കേസിൽ. രണ്ടാമത്തിൽ നേരെ ഈ സ്പ്രിങ്ങിനെ പിടിച്ചിട്ട് മുകൾക്കും താഴേക്കും ഒരു ഫോഴ്സ് കൊടുക്കുന്നു. ഈ 2 കേസിലും ആ ഒരു സ്പ്രിങ്ങുകളുടെ മോഷനിൽ ചെറിയ മാറ്റമുണ്ട്. നോക്കണേ, ഈ സമയത്ത് സ്പ്രിങ് ഈ ഒരു ഫോമാറ്റിലാണ് മൂവ് ചെയ്യുക. കണ്ടോ, ഞാൻ
ഇവിടുന്ന് അങ്ങോട്ട് തള്ളുന്ന സമയത്ത് ഈ ഭാഗത്ത് ഡെൻസിറ്റി കൂടും, പിന്നെ കുറച്ച് ഡെൻസിറ്റി കുറയും, ഡെൻസിറ്റി കൂടും കുറയും കൂടും കുറയും, ആ ഒരു ഫോർമാറ്റിൽ പോകും. അഥവാ ഇതിനെ കംപ്രഷൻ എന്ന് പറയും. ഡെൻസിറ്റി കൂടുതലുള്ള ഭാഗത്ത് നമ്മൾ കംപ്രഷനും കുറഞ്ഞ ഭാഗത്തിന് റയർഫാക്ഷൻ എന്ന് പറയാറുണ്ട്. അവിടെ കംപ്രഷനും റയർഫാക്ഷനും ആയിട്ടാണ് ആ ഒരു വേവ് മൂവ് ചെയ്യുക. അഥവാ മനസ്സിലാക്കണേ, ഇങ്ങനെ മൂവ് ചെയ്യാനുണ്ടായ കാരണം ഈ സ്പ്രിങ്ങിൽ കുറേ പാർട്ടിക്കിൾസ് ഉണ്ട്. ആ പാർട്ടിക്കിൾസ് ഞാൻ കൊടുത്ത ഫോഴ്സ് എങ്ങനെയാ, ഇവിടുന്ന് അങ്ങോട്ടാണ്. ആ പാർട്ടിക്കിൾ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യും. പാർട്ടിക്കിൾ ഇതാ ഈ ഡയറക്ഷനിൽ വൈബ്രേറ്റ് ചെയ്യും. വേവും എങ്ങനെ തന്നെ പോകുന്നത്, വേവും അതേ ഡയറക്ഷൻ തന്നെ വേവും പോകുന്നു. വേവ് അങ്ങോട്ട് പോകും. അപ്പോൾ രണ്ടും ഒരേ ഡയറക്ഷൻ. പാർട്ടിക്കിളിന്റെ വൈബ്രേഷനും വേവിന്റെ മോഷനും ഒരേ ഡയറക്ഷനിലാണ്. അപ്പോഴാണ് നമുക്ക് ലോഞ്ചിറ്റ്യൂഡൽ വേവ്സ് എന്ന് പറയാം. പക്ഷേ ഈ ഒരു ഫോർമാറ്റിലാണ് ഞാൻ വൈബ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ നോക്കൂ, അങ്ങനെ നിൽക്കുക, സ്പ്രിങ് ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നമുക്കറിയാം അതൊരു ഇങ്ങനെ ആവുക, ഒരു വേവ് പോലെ ഇതുപോലെ പോവുക. അതിന് നോക്കണേ, അതിനർത്ഥം, അതിന് കാരണം ഇങ്ങനെ ഇരിക്കുന്ന സ്പ്രിങ്ങിനെ ഞാൻ ഇങ്ങനെ ഫോഴ്സ് കൊടുത്തപ്പോൾ അതിലുള്ള പാർട്ടിക്കിൾസ് മുകളിലോട്ടും താഴോട്ടും മൂവ് ചെയ്തത്. പക്ഷെ വേവ് പോണത് ഇവിടുന്ന് അങ്ങോട്ട്, വേവ് ഇവിടുന്ന് അങ്ങോട്ടാണ്. പക്ഷെ പാർട്ടിക്കിൾ നേരെ പെർപെൻഡിക്കുലർ, ലംബമായിട്ട്, അങ്ങനെയാണ് ലംബ തരംഗം ഇത് പേര് വന്നത്. ക്ലിയർലേ? രണ്ടും തമ്മിൽ വ്യത്യാസം മനസ്സിലായോ? പാർട്ടിക്കിളിന്റെ വൈബ്രേഷന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് വേവ് മൂവ് ചെയ്യുന്നതെങ്കിൽ ലംബ തരംഗം, അവ ട്രാൻസ്വേഴ്സ് വേവ്സ് എന്ന് പറയാം. ഇനി പാർട്ടിക്കിളിന്റെ വൈബ്രേഷനും മോഷനും ഒരേ ഡയറക്ഷൻ ആണെങ്കിൽ നമുക്ക് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് എന്ന് പറയാം, അല്ലെങ്കിൽ ദീർഘാക്ഷ തരംഗം. ക്ലിയർ ആണല്ലോ? ഇത് നോക്കണം കേട്ടോ. ഇതിന് ഞാൻ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇതിന് എക്സാമ്പിൾ ആണ് സൗണ്ട് വേവ്. സൗണ്ട് വേവിലൊക്കെ നടക്കുന്നത് ലോഞ്ചിറ്റ്യൂഡൽ വേവ്സ് ആണ്. ഓക്കെ, അടുത്തത് സൗണ്ട് വേവിൽ ഇങ്ങനെ നടക്കുക. ഇവിടെ കുറേ പാർട്ടിക്കിൾസ് ഉണ്ടാകും. ഞാൻ ഹലോ എന്ന് പറയുമ്പോൾ കണ്ടോ, ഹലോ എന്ന് പറയുമ്പോൾ ഞാൻ കൊടുക്കുന്ന ഫോഴ്സ് ഇവിടുന്ന് അങ്ങോട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന പാർട്ടിക്കിൾ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുക. വേവിൻ്റെ മോഷനും ഒരേ ഡയറക്ഷനാണ്. അപ്പോൾ നോക്കൂ, ഇതുപോലെ. അപ്പോൾ ഡെൻസിറ്റി കൂടുതലുള്ള ഭാഗം അതിനെ നമ്മൾ കംപ്രഷൻ എന്ന് പറയും. ഡെൻസിറ്റി കുറഞ്ഞ ഭാഗം ദാറ്റ്സ് കോൾഡ് റയർഫാക്ഷൻ. സോ സി ആർ ആ രൂപത്തിലെ വേവുകൾ സൗണ്ട് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുക. ഇത് നോക്കണേ, ഇവിടേക്ക് വരുന്ന സമയത്ത് അത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം. നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ, ഡെൻസിറ്റി കൂടുമ്പോൾ ഇവിടെ പ്രഷറും കൂടും, ഇവിടെ പ്രഷർ കുറയും. ഓക്കെ, അന്ന് മനസ്സിലാക്കണേ. ഇനി മറ്റൊന്ന് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറയാം ലൈറ്റ്. അതല്ലെങ്കിൽ നോക്കൂ, ഒരു ഭാഗത്ത് ഒരു നൂലിനെ കെട്ടിയിട്ട് ഞാൻ താഴേക്ക് ഇട്ടൊരു മാസ് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഭാഗത്ത് ഞാൻ ഒരു വൈബ്രേഷൻ കൊടുക്കാൻ അങ്ങനെ പതുക്കെ ടച്ച് ചെയ്യും. ഒന്നും വേണ്ട, നമ്മൾ സാധാരണ കാണുന്ന സ്ട്രിങ് കണ്ടിട്ടുണ്ടോ? സ്ട്രിങ് അഥവാ ഗിത്താറിന്റെ സ്ട്രിങ് കണ്ടിട്ടില്ലേ? ആ സ്ട്രിങ്ങിൽ നമ്മളൊരു ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ, വിരലോടൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിലൂടെ നടന്നു പോകുന്നത് ഇത്തരത്തിലൊരു വേവാ. നോക്കൂ, ഇങ്ങനത്തെ ഒരു വേവായിരിക്കും പോകും. നോക്കണേ, അപ്പം അതിനെ ക്രസ്റ്റ് ഉണ്ടാകും, ട്രഫ് ഉണ്ടാകും. ഈ ഉയർന്ന ഭാഗം ഉണ്ടല്ലോ, അതിനെ ക്രസ്റ്റ് എന്ന് പറയും. താഴ്ന്ന ഭാഗത്തിനെ ട്രഫ് എന്ന് പറയും. അപ്പൊ ക്രസ്റ്റുകളും ട്രഫുകളുമായിട്ടാണ് അത്തരം കേസുകളിൽ ട്രാൻസ്വേഴ്സ് വേവിൽ സഞ്ചരിക്കുക. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് വൺ നോക്കൂ, ഇതൊരു വേവാണ്. ഈ ഒരു വേവിന്റെ ഇവിടെ തന്നിരിക്കുന്നത് എക്സ് ആക്സിസിൽ തന്നിട്ടുള്ളത് ടൈമാണ്, വൈ ആക്സിസിൽ തന്നിട്ടുള്ളത് ദാറ്റ് ഈസ് എക്സ്, അതിൻ്റെ ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, ഇനി നമ്മൾക്ക് ഓരോ കാര്യങ്ങൾ ഓർത്തിരിക്കണേ. ഇതിന് കിട്ടാവുന്ന മാക്സിമം ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ്, വൈ ഡയറക്ഷനിൽ കിട്ടാവുന്ന മാക്സിമം ഡിസ്പ്ലേസ്മെന്റ്, അതിനെയാണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയാം. ഒരു വേവില്, ലോഞ്ചിറ്റ്യൂഡിനൽ വേവില്, ട്രാൻസ്വേഴ്സൽ വേവില് നമുക്ക് കിട്ടുന്നത് എങ്ങനെ വേവ് കാണിച്ചാൽ കണ്ടോ, ആ മാക്സിമം ആംപ്ലിറ്റ്യൂഡിനെയാണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. സ്മോൾ ലെറ്റർ എ കൊണ്ട് സൂചിപ്പിക്കും. വളരെ എളുപ്പാട്ടോ. ഇനി നോക്കി, ഇതിനെ വേവ് ലെങ്ത് പറയും. രണ്ട് ക്രസ്റ്റുകൾ തമ്മിലുണ്ടാകുന്ന ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് കോൾഡ് വേവ് ലെങ്ത്. ഓക്കെ, അതല്ലെങ്കിൽ ഇതും പറയാം കണ്ടോ, ഈ എൻഡിൽ നിന്ന് ഈ എൻഡിലേക്ക് ഉണ്ടാകുന്ന ദൂരം, അതും നമുക്ക് വേവ് ലെങ്ത് ആയിട്ട് പറയാം. കണ്ടോ, ക്രസ്റ്റ് ട്രഫ്, ഒരു ക്രസ്റ്റ് ഒരു ട്രഫ്, ആ ലെങ്ത് വേവ് ലെങ്ത് ആണ്. ക്ലിയർ ആണല്ലോ? നോക്കണേ, ഇതിനെ ടൈം പീരീഡ് എന്നും പറയും. നോക്കൂ, ഒരു ക്രസ്റ്റും ട്രഫും സഞ്ചരിക്കാനെടുത്ത സമയമാണ് ടൈം പീരീഡ്. അത് ക്വസ്റ്റ്യനിൽ ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ ടൈമാണ് തന്നിരിക്കുന്നെങ്കിൽ ഇത് ടൈം പീരീഡ് ആയിരിക്കും. ഇവിടെ ഡിസ്റ്റൻസ് ആണ് തന്നിരിക്കുന്നെങ്കിൽ ഇത് വേവ് ലെങ്ത് ആയിരിക്കും. അങ്ങനെയാണ് ചൂസ് ചെയ്യേണ്ടത്. എല്ലാ സമയത്തും വേവ് ലെങ്ത്തും ടൈം പീരീഡും ഒന്നാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഓക്കെ, ഇനി മറ്റൊന്ന് നോക്കൂ, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ക്രസ്റ്റ് ആൻഡ് ട്രഫ്. ഒരു ക്രസ്റ്റും ട്രഫും തമ്മിൽ ഉണ്ടാകുന്ന ഡിസ്റ്റൻസ്, അതിനെയാണ് നമ്മൾ ലാംഡ, വേവ് ലെങ്ത് എന്ന് പറയുന്നത്.
അത് ഒരു ക്രസ്റ്റ് നിന്ന് അടുത്ത ക്രസ്റ്റിലേക്ക് എടുക്കാം, അല്ലെങ്കിൽ ഒരു ട്രഫ് നിന്ന് അടുത്ത ട്രഫിലേക്ക് എടുക്കാം, ഒരു ക്രസ്റ്റ് ആൻഡ് ട്രഫ് എടുക്കാം. ഓക്കെ, നോ പ്രോബ്ലം. ഇനി രണ്ടാമത്, ദ ടൈം ടേക്കൺ ഓർ ട്രാവൽ ടു എ ക്രസ്റ്റ് ആൻഡ് ട്രഫ്. ഒരു ക്രസ്റ്റും ട്രഫും ട്രാവൽ ചെയ്യാൻ എടുക്കുന്ന സമയത്തിനാണ് ടൈം പീരീഡ് എന്ന് പറയുന്നത്. സിമ്പിൾ. മൂന്നാമതായിട്ട് സ്പീഡ് ഓഫ് വേവ്. ആ വേവിൻ്റെ സ്പീഡ് കാണാൻ ഓർത്തിരിക്കണം, ഉള്ള ഇക്വേഷൻ ആണ് ലാംഡ ബൈ ടി. എടാ 1/t എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസിയാണ്. ക്ലിയർ? അപ്പോൾ നമുക്ക് പറയാം ലാംഡ എഫ്. ക്ലിയർ അല്ലേ? ആ വേവ് ലെങ്ത്തും ഫ്രീക്വൻസിയും കിട്ടിയാൽ ആ വേവ് സഞ്ചരിക്കുന്ന സ്പീഡ് കിട്ടും. ദാറ്റ് ഈസ് വേഗത. ക്ലിയർ അല്ലേ? നോക്കൂട്ടോ, ഇനി നോക്കണേ. അപ്പോൾ ഇത് ഡിസ്റ്റൻസ് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ക്രസ്റ്റും ട്രഫും തമ്മിലുണ്ടാകുന്ന ദൂരം, ദാറ്റ് ഈസ് വേവ് ലെങ്ത്. അപ്പോൾ ഇത് ലാംഡ ആണെങ്കിൽ പറഞ്ഞ ഈ ദൂരം എത്രയായിരിക്കും? അതിൻ്റെ പകുതി, ലാംഡ ബൈ 2. ഓക്കെ, ഇനി ഇതിന് ദൂരം എത്രയായിരിക്കും? ഇത് ലാംഡ ബൈ 2 ആണെങ്കിൽ അതിൻ്റെയും പകുതി, അപ്പോൾ ലാംഡ ബൈ 4. ക്ലിയർ? അപ്പോൾ ക്വസ്റ്റ്യനിൽ ഏത് കിട്ടിയാലും മനസ്സിലാക്കണം കേട്ടോ. ഇത് ലാംഡ ബൈ 2 ആണ്, ഇത് ലാംഡ ബൈ 4 ആണ്. ഇനി ഇവിടെ നിന്ന് ഇവിടേക്കുള്ള ദൂരമാണെങ്കിൽ നോക്കൂ, ഇത് ലാംഡ ബൈ 4 ആണെങ്കിൽ ഇത് ലാംഡ ബൈ 4 ആണ്, ഇത് ലാംഡ ബൈ 4 ആണ്. അപ്പോൾ ലാംഡ ബൈ 4 പ്ലസ് ലാംഡ ബൈ 4 ആണ്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് മൊത്തം ലാംഡ ബൈ 4, ലാംഡ ബൈ 4, ലാംഡ ബൈ 4, മൊത്തം 3 ലാംഡ ബൈ 4. ക്ലിയർ അല്ലേ? അപ്പോൾ അതൊന്ന് മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഏത് പോയിന്റിൽ നിന്നും എവിടേക്ക് ഉണ്ടാകും ദൂരം നമുക്ക് കാണാം. വേവ് ലെങ്ത് കിട്ടിയാൽ മതി. കണ്ടോ, ഇവിടുന്ന് ഇവിടേക്കുള്ള ദൂരം ലാംഡ ബൈ 2, ഇവിടുന്ന് ഇവിടേക്കുള്ള ദൂരം ലാംഡ ബൈ 2, ഇവിടുന്ന് ഇവിടേക്കുള്ള ദൂരം ലാംഡ ബൈ 4, ഇവിടുന്ന് ഇവിടേക്കുള്ള ദൂരം ലാംഡ, ഇവിടുന്ന് ഇവിടേക്ക് 3 ലാംഡ ബൈ 4. അങ്ങനെ ഈ പോയിന്റിൽ നിന്ന് ഏത് ഭാഗത്തേക്ക് ഉണ്ടാകും ദൂരവും നമുക്ക് ലാംഡ കിട്ടിയാൽ കാണാം. രണ്ടാമതായിട്ട് ഇവിടെ ടൈമാണ് തരുന്നെങ്കിൽ നോക്കണേ, ഇത് ടൈം പീരീഡ് ആയിരിക്കും. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ ഈ കാണുന്നത് ടൈം പീരീഡിന്റെ പകുതി ആയിരിക്കും. അപ്പോൾ ഈ കാണുന്നത് ടൈം പീരീഡിന്റെ 4th ടൈം, അപ്പോൾ T/4. അപ്പോൾ ഇവിടെ നിന്ന് ഇവിടം വരെയുള്ളത് 3T/4. ഇത് T/4, ഇതും T/4, ഇതും T/4. മൂന്നും കൂടി ആഡ് ചെയ്യുമ്പോൾ 3T/4. ഇങ്ങനെ നമുക്ക് ടൈം കാണാൻ കഴിയും. ക്ലിയർ അല്ലേ? ഇത് ശ്രദ്ധിക്കണം കേട്ടോ. നമുക്കൊരു ക്വസ്റ്റ്യനിലേക്ക് തന്നെ പോവാം. നോക്കൂ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളൊരു ക്വസ്റ്റ്യനാണ്, വെരി ഇമ്പോർട്ടൻറ്റ്. ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻസുകൾ A+ ക്വസ്റ്റ്യൻസുകൾ എക്സാമിന് ചോദിച്ചേക്കാം. നോക്കൂ, ഇത് 12 മീറ്ററാണ് ആകെ സഞ്ചരിക്കുന്നത്. ഇവിടെയും 12 മീറ്ററാണ് സഞ്ചരിക്കുന്നത്. പക്ഷേ വ്യത്യാസമുണ്ട് അല്ലേ? ഇവിടെ ഫ്രീക്വൻസി കൂടുതലാണ്, ഇവിടെ ഫ്രീക്വൻസി കുറവാണ്. ഡയഗ്രാം കാണുമ്പോൾ തന്നെ അറിയാം. നമുക്ക് അതിൽ കണ്ടുപിടിക്കാം. നോക്കൂ, വെരി സിമ്പിൾ. ഇത് നോക്കിക്കേ, ഇത് മീറ്ററാണ്. അപ്പോൾ ഇതിൻ്റെ വേവ് ലെങ്ത് എങ്ങനെ കാണാം? ഒരു ക്രസ്റ്റും ഒരു ട്രഫും സഞ്ചരിക്കാൻ എടുക്കുന്ന ദൂരം ഇത് എത്രയാ? 4. അപ്പോൾ വേവ് ലെങ്ത് 4. വെരി സിമ്പിൾ. ആ വേവ് ലെങ്ത് കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് കാണേണ്ട, ശ്രദ്ധിക്കണം കേട്ടോ. നോക്കൂ, ഫ്രീക്വൻസി കാണണം. ഇത് ടോട്ടൽ സഞ്ചരിക്കുന്നത് 14 മീറ്ററാണ്, 12 മീറ്ററാണ് ആ വേവ് സഞ്ചരിക്കുന്നത് അല്ലേ? അപ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി പറഞ്ഞാൽ നമ്പർ ഓഫ് ഓസിലേഷൻ പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ ഓസിലേഷൻ എടുക്കുന്ന സമയം നമ്പർ അല്ലേ, നമ്പർ ഓഫ് ഓസിലേഷൻ അല്ലേ? നോക്കൂ, ഇതൊരു ഓസിലേഷൻ ആണ്, ഒരു ക്രസ്റ്റ് ഒരു ട്രഫ് 1. ഇത് അടുത്ത ഓസിലേഷൻ, ഒരു ക്രസ്റ്റ് ഒരു ട്രഫ്, അപ്പോൾ രണ്ടാമത്തെ ഓസിലേഷൻ. ഇത് മൂന്നാമത്തെ ഓസിലേഷൻ, ഒരു ക്രസ്റ്റ് ട്രഫ്, അപ്പോൾ ഫ്രീക്വൻസി 3 അല്ലേ? ഓക്കെ, ഇത് 12 മീറ്റർ സഞ്ചരിക്കാൻ എടുക്കുമ്പോൾ എത്ര ഓസിലേഷൻ? 3 ഓസിലേഷൻ. ദാറ്റ് ഈസ് എ ഫ്രീക്വൻസി. അല്ലെങ്കിൽ എളുപ്പമാണ്, 12 മീറ്റർ ബൈ 4 ചെയ്താൽ മതി, അപ്പോഴും നമുക്ക് ആൻസർ കിട്ടും. സോ ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 3 ഹെർട്സ്. ക്ലിയർ? ഇത് നോക്കണേ, ടൈം പീരീഡ് ആണെങ്കിൽ ഫ്രീക്വൻസിയുടെ റെസിപ്രോക്കൽ ഫ്രീക്വൻസി 3 ആണ്. അപ്പോൾ അതിന് തിരിച്ചെടുക്കുക 1/3. 1/3 എന്ന് പറഞ്ഞാൽ 0.33 സെക്കൻഡ്. ഓക്കെ, ഇനി വേവിൻ്റെ വെലോസിറ്റി കാണണം. ഇക്വേഷൻ എഫ് ലാംഡ. എഫ് നമുക്ക് കിട്ടിയിട്ടുണ്ട് 3 ആണ്, ലാംഡ നമുക്കറിയാം 4 ആണ്. സോ ആൻസർ 12 മീറ്റർ. ക്ലിയർ അല്ലേ? ഇനി അടുത്തിലേക്ക് വന്ന് നോക്കൂ, ഇതേ പ്രോസസ് ഇവിടെയും ചെയ്ത് നോക്കാം. നോക്കൂ, ലാംഡ ഇവിടെ 2 മീറ്റർ ആണ്, ഒരു സംശയമല്ല. മാത്രമല്ല ഇതിന് നമ്പർ ഓഫ് ഓസിലേഷൻ നോക്കിക്കേ, ഇവിടെ 1, 2, 3, 4, 5, 6, അല്ലെങ്കിൽ 12/2 ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 6 ആണ് ഫ്രീക്വൻസി. സിമ്പിൾ. ഇനി നമുക്ക് ടൈം പീരീഡ് കാണണമെങ്കിൽ ഫ്രീക്വൻസി തിരിച്ചിട്ടാൽ മതി. 1/6. 1/6 എന്ന് പറഞ്ഞാൽ 0.166 എന്ന് പറഞ്ഞു പോകും. അപ്പോൾ ഇനി വെലോസിറ്റി കാണണം. വെലോസിറ്റി പറഞ്ഞാൽ എഫ് ലാംഡ. എഫിൻ്റെ വാല്യൂ 6 ആണ്, ലാംഡൻ്റെ വാല്യൂ 2 ആണ്, അപ്പോൾ 12. അപ്പോൾ ഈ രണ്ട് വേവും ഒരേ സ്പീഡിൽ സഞ്ചരിക്കുന്ന, ഡിഫറൻറ്റ് ടൈം പീരിയഡ് ഉള്ള, ഡിഫറൻറ്റ് ഫ്രീക്വൻസി ഉള്ള 2 വേവുകളാണ്. പക്ഷെ രണ്ടും ഒരേ സ്പീഡിലാണ് പോകുന്നത്. ക്ലിയർ? അപ്പോൾ ഇവിടെ നിന്നൊരു കാര്യം മനസ്സിലാക്കണം. നോക്കൂ, ഫ്രീക്വൻസി ഇവിടെ കൂടി, ആ വേവ് ലെങ്ത് കുറഞ്ഞു.
ഫ്രീക്വൻസി ഇവിടെ കുറഞ്ഞു, വേവ് ലെങ്ത് കൂടി. ഫ്രീക്വൻസിയും വേവ് ലെങ്ത്തും ഇൻവേഴ്സലി പ്രൊപ്പോർഷണലാണ്. വേവ് ലെങ്ത് കൂടുന്തോറും ഫ്രീക്വൻസി കണ്ടോ. അതാണ് ഞാൻ ഫസ്റ്റ് തുടക്കത്തിൽ ഇത് കണ്ടപ്പോഴേ പറഞ്ഞു ഇതിൽ ഫ്രീക്വൻസി കൂടുതലാണ്, ഇതിൽ ഫ്രീക്വൻസി കുറവാണ്. കാരണം നോക്കൂ, ഇതിൻ്റെ വേവ് ലെങ്ത് 2 ഇതിൻ്റെ വേവ് ലെങ്ത് 4. അപ്പോൾ വേവ് ലെങ്ത് കൂടുമ്പോൾ ഫ്രീക്വൻസി കുറയും, അപ്പോൾ ഇതിൻ്റെ ഫ്രീക്വൻസി കൂടുതൽ. കണ്ടോ, നമുക്ക് ഡയഗ്രാം കണ്ടാൽ തന്നെ ഒക്കെ പറയാൻ കഴിയും. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കണം. ഇനി നോക്കണേ, രണ്ടാമതായിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കൂ, ഇത് സമയമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ സമയം കിട്ടുമ്പോൾ ഇവിടെ നിന്ന് ഇവിടേക്കുള്ളത് വേവ് ലെങ്ത് അല്ല, ദാറ്റ് ഇസ് ദി ടൈം പീരിയഡ്. അപ്പോൾ ടൈം പീരിയഡ് 4 സെക്കൻഡാണ്. വേവ് സഞ്ചരിക്കുന്ന സ്പീഡ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ടൈം പീരിയഡ് കിട്ടിയാൽ നമുക്ക് ഫ്രീക്വൻസി കാണാം 1/4, അപ്പോൾ 0.25. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി വെലോസിറ്റി കാണാം. വെലോസിറ്റി ഈസ് ഈക്വൽ ടു λ/t. വെലോസിറ്റി എന്നിട്ടുണ്ട്, വേവ് ലെങ്ത് കാണണം. വേഗം പോയിട്ട് 4 വേവ് ലെങ്ത് എന്ന് എഴുതി കൊടുക്കരുത്, തെറ്റാണത്. ഓക്കെ, ഇവിടെ സെക്കൻഡാണ്, അപ്പോൾ 4 ടൈം പീരീഡ് ആണ്. അപ്പോൾ വേവ് ലെങ്ത് കാണണമെങ്കിൽ v ഈസ് ഈക്വൽ ടു λ/t. അപ്പോൾ λ ഈസ് ഈക്വൽ ടു v ഇൻറ്റു ടി. v എന്ന് പറഞ്ഞാൽ 3.2 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. λ നമുക്ക് കണ്ടിട്ടുണ്ട്, ദാറ്റ് ഇസ് 4 ആണ്. ടി നമുക്ക് കണ്ടിട്ടുണ്ട് 4 ആണ്. അപ്പോൾ ഇവിടുന്ന് λ കിട്ടുന്നു 12.8. ക്ലിയർ അല്ലേ? ഈ ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് നോക്കൂ. അടുത്തത്, ഇത് ടൈം പീരീഡ് 2 സെക്കൻഡാണ്, ഒരു സംശയവുമില്ല. ടൈം പീരീഡ് കിട്ടി. അപ്പോൾ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ടൈം പീരീഡിന്റെ റെസിപ്രോക്കൽ തിരിച്ചിടുക, 1/2, 0.5 ആണ് ഫ്രീക്വൻസി. ഇനി നോക്കണേ, അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം λ ഈസ് ഈക്വൽ ടു v ഇൻറ്റു ടി, വെലോസിറ്റി ഇൻറ്റു ടൈം. വെലോസിറ്റി 3.2 തന്നെയാണ്, ഇവിടെ ടൈം കിട്ടുന്നത് 2 ആണ്. അപ്പോൾ 3.2 ഇൻറ്റു 2 അഥവാ 6.4 മീറ്റർ, 6.4 മീറ്റർ. അപ്പോൾ ക്വസ്റ്റ്യൻ നേരം നോക്കണം കേട്ടോ, ഇവിടെ ടൈം ആണോ മീറ്റർ ആണോ നോക്കിയിട്ട് വേണം വാല്യൂസ് എഴുതാൻ, ഇല്ലെങ്കിൽ തെറ്റിപ്പോവും. ഇനി മറ്റൊന്ന് നോക്കണേ, ഇവിടെ പ്രധാനമായിട്ടുള്ളൊരു കാര്യം, ഞാനൊരു ഹാളിൽ ഇരിക്കുകയാണ്. ഈ ഹാളിൽ ഇവിടെ നിന്ന് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ സംസാരിക്കുന്നത് ഹാളിൽ നിന്ന് ഒരാൾ കേൾക്കുകയാണെന്ന് അസ്യൂം ചെയ്യാം, ആണോ? ഇപ്പം ഞാൻ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, ഞാൻ സംസാരിക്കുന്ന ഇവിടെ ഇരുന്ന ഒരാൾ കേൾക്കുന്നുണ്ട്. വാളുണ്ട്, റൂഫുണ്ട്, ഒരു ക്ലോസ്ഡ് റൂമാണ്. അപ്പോൾ ഇവിടെ ഞാൻ സംസാരിക്കുന്നത് അയാൾക്ക് 3 രൂപത്തിൽ കേൾക്കാം. ഏതൊക്കെയാ 3 രൂപം നോക്കൂ. ഒന്നുകിൽ ഇയാൾക്ക് നേരിട്ട് കേൾക്കാം, അതിനെ ഡ്രൈ സൗണ്ട് എന്ന് പറയാം. ഡ്രൈ സൗണ്ട്, നേരിട്ട് കേൾക്കുക. ഇനി രണ്ടാമതൊരു വഴിയുണ്ട്, എങ്ങനെ അറിയോ? ഞാൻ ഇവിടുന്ന് സൗണ്ട് പറയും നേരെ അയാളെ പുറകിലുള്ള വാളിൽ തട്ടിയിട്ട് തിരിച്ചു വന്ന് കേൾക്കുക. അതിനെ നമ്മൾ എക്കോ എന്ന് പറയും, അല്ലേ? എക്കോ പോയിന്റ് ഒക്കെ നമ്മൾ പല ഭാഗങ്ങളും ടൂർ പോകുമ്പോൾ കേട്ടിട്ടുണ്ട്, അല്ലേ? നമ്മളിവിടുന്ന് ഹലോ എന്ന് പറയുമ്പോഴേക്കും അത് റിട്ടേൺ അടിച്ചു വരിക, നേരെ ഓപ്പോസിറ്റ് വാളിൽ പോയി തട്ടിയതിന് ശേഷം തിരിച്ച് റിട്ടേൺ വരിക. സോ എക്കോ. ഇനി മൂന്നാമത്തെ ഒരു പോയിന്റ് ഉണ്ട്, നോക്കൂ. കണ്ടോ, ഇവിടുന്ന് ഞാൻ പറഞ്ഞ ഭാഗം നേരെ റൂഫിൽ പോയി തട്ടിയതിന് ശേഷം എന്നിട്ട് ആ വാളിൽ പോയി റിഫ്ലക്റ്റ് ചെയ്തതിന് ശേഷം അത് നമ്മൾ കേൾക്കുക. അതിനെയാണ് റിവേർബറേഷൻ എന്ന് പറയാം. ഒരു അലക്കലായിരിക്കും നമുക്കത് കേൾക്കുക. കേട്ടിട്ടുണ്ടല്ലോ റിവേർബറേഷൻ. അതിന് കാരണം ഈ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ആണ്, സൗണ്ട് വേവിൻ്റെ ഒന്നിൽ കൂടുതൽ പ്രാവശ്യമുള്ള റിഫ്ലക്ഷൻ, റിവേർബറേഷൻ. കൃത്യമായിട്ട് മനസ്സിലാക്കണേ. അപ്പോൾ സ്മൂത്ത് സർഫസ് ആണെങ്കിൽ അവിടെ റിഫ്ലക്ഷൻ കൂടുതലായിരിക്കും, അതിൽ സംശയമൊന്നുമില്ല. കാരണം ഉദാഹരണമാണ് കണ്ണാടി. കണ്ണാടിയിൽ നമ്മളെ ഇമേജ് കൃത്യമായിട്ട് കാണാൻ കാരണം അത് സ്മൂത്ത് പ്ലെയിൻ സർഫസ് ആയതുകൊണ്ടാണ്, സ്മൂത്ത് സർഫസാണ്, അപ്പോൾ റിഫ്ലക്ഷൻ കൂടും. ഓക്കെ, അത് മറക്കണ്ട. റഫ് സർഫസിനേക്കാളും സ്മൂത്ത് സർഫസിന് തന്നെ റിഫ്ലക്ഷൻ കൂടുതൽ. ഇത് വെച്ച് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നോക്കണം കേട്ടോ, എക്കോ. ഈ എക്കോ എന്ന സംഗതി നമ്മൾ പല പ്രോസസ്സിന് യൂസ് ചെയ്യാം. നമുക്ക് ദൂരം കാണാൻ വേണ്ടി യൂസ് ചെയ്യാം. നോക്കൂ എങ്ങനെയാണ്. ഇവിടെ ഞാൻ നിന്നു, എൻ്റെ കുറച്ച് ദൂരെ ഒരു വാളുണ്ട്. അപ്പോൾ എനിക്ക് ഞാൻ ഇവിടെ നിന്ന് ആ വാളിലേക്കുള്ള ദൂരം കാണണം. അപ്പോൾ ഞാൻ ഇവിടെ നിന്നിട്ട് എന്ത് ചെയ്യുന്നത്, നല്ലൊരു ഒച്ച ഇടും, സൗണ്ട് ഉണ്ടാക്കുക. അപ്പോൾ സൗണ്ട് എന്തുണ്ടായിരിക്കും, ഒരു വേവായിട്ട് ഇങ്ങനെ ട്രാവൽ ചെയ്ത് എവിടെ വരും, ആ വാളിൽ വന്ന് വീഴും. ശരിയാണല്ലോ. വേവിൻ്റെ സ്പീഡ് നമുക്കറിയാം, ഒരു എയറിലൂടെ അല്ലെങ്കിൽ ഫ്രീ സ്പേസിലൂടെയൊക്കെ പോകുമ്പോൾ ഏകദേശം 320 മീറ്റർ/സെക്കൻഡ് ആണ് സൗണ്ട് വേവിനുണ്ടാവുക. ഓക്കെ, അപ്പോൾ അത് നമുക്കറിയാം. അപ്പോൾ ഇത് അവിടെ പോയി തട്ടി അത് തിരിച്ചു വരും, എന്നിട്ട് നമ്മൾ കേൾക്കും. എൻ്റെ മുമ്പിൽ വാളുണ്ടെങ്കിൽ ഹലോ എന്ന് പറയുമ്പോൾ ആ പറഞ്ഞ സാധനം അവിടെ പോയി തട്ടിയതിന് ശേഷം തിരിച്ചു വന്ന് നമ്മൾ കേൾക്കും, അതാണ് എക്കോ. അപ്പോൾ തിരിച്ച് ഞാൻ കേൾക്കാൻ എടുക്കുന്ന സമയം ടി ആണെന്ന് വിചാരിച്ചോണ്ട്, ഇവിടുന്ന് മൂവ് ചെയ്ത് അവിടേക്ക് എത്തി തിരിച്ച് ഇവിടേക്ക് ഞാൻ കേൾക്കാൻ എടുക്കുന്ന സമയം ടി ആണ്. അങ്ങനെയെങ്കിൽ ഡിസ്റ്റൻസ് കാണണം. നോക്കണം കേട്ടോ, ഡിസ്റ്റൻസ് പറഞ്ഞാൽ ഇവിടുന്ന് ഇവിടേക്കുള്ള ദൂരം. അപ്പോൾ നോക്കൂ, വളരെ സിമ്പിളാണ്. ഈ ലൈറ്റ് സഞ്ചരിക്കുന്ന സൗണ്ട് സഞ്ചരിക്കുന്ന ദൂരം നോക്കൂ, ഇവിടുന്ന് അങ്ങോട്ട് ഡിയും ഇവിടുന്ന് ഇങ്ങോട്ട് ഡിയും. ക്ലിയർ? ആ വെലോസിറ്റി നോക്കി, സ്പീഡ് ഈസ് ഈക്വൽ ടു സൗണ്ടിൻ്റെ സ്പീഡ് ഈസ് ഈക്വൽ ടു നമുക്കറിയാം ഡിസ്റ്റൻസ് ബൈ ടൈം. ആ വേവ് സഞ്ചരിക്കുന്ന ദൂരം നോക്കൂ എത്രയാ, ഇവിടുന്ന് അങ്ങോട്ട് ഡി, അവിടുന്ന് ഇങ്ങോട്ട് ഡി, അപ്പം 2D.
ടൈം എത്ര എടുക്കുന്നത്? അവിടെ തട്ടി തിരിച്ച് ഇവിടേക്ക് എത്താൻ എടുക്കുന്ന സമയം ടി ആണ്. അപ്പോൾ ഡിവൈഡ് ബൈ ടി, ഡിസ്റ്റൻസ് ബൈ ടൈം. അവിടെ ഡിസ്റ്റൻസ് 2d ആണ്. ഓക്കെ അല്ലേ? വി നമുക്കറിയാം, ടി നമുക്ക് കാണാൻ പറ്റുമല്ലോ, സമയമല്ലേ. ഞാൻ ഇവിടുന്ന് ഹലോ എന്ന് പറഞ്ഞ് സമയം നോക്കാം, അത് എപ്പോഴാണ് തിരിച്ച് കേൾക്കുന്നത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ സമയം കാണാം, വി നമുക്കറിയാം. അപ്പോൾ ഇവിടുന്ന് ഡി കിട്ടും, കണ്ടോ, വി ടി ഡിവൈഡഡ് ബൈ 2. അപ്പോൾ എനിക്ക് ഞാൻ നിൽക്കുന്നതും വാള് നിൽക്കുന്നതുമായിട്ടുള്ള ദൂരം കാണാൻ പറ്റും. വളരെ സിമ്പിളാണ്, ഒരു ടാപ്പ് ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ സംഗതി നമ്മൾ പല ഇലക്ട്രോണിക് ഡിവൈസുകളിൽ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ പല ഉപയോഗങ്ങൾ നോക്കൂ. റഡാർ കേട്ടിട്ടുണ്ടോ? നമ്മളെ ഇന്ത്യൻ ആർമിയിലും നേവിയിലും റഡാർ സുലഭമായിട്ട് നമ്മുടെ കാറുകളിലും പുതുതായിട്ട് വരുന്ന ഇലക്ട്രിക് കാറുകളിലൊക്കെ റഡാർ സിസ്റ്റമാണ് വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ വർക്ക് ഇങ്ങനെയാ. റഡാർ സിസ്റ്റത്തിന്റെ വർക്കിംഗ് ഇങ്ങനെ തന്നെയാണ്. പക്ഷെ റഡാർ സിസ്റ്റത്തിൽ എന്താ അറിയോ, ലൈറ്റ് ആയിരിക്കും. ഒരു വളരെ ലൈറ്റ് എന്ന് പറയാൻ പറ്റില്ല, EM വേവ്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആയിട്ടുള്ള മൈക്രോവേവുകളോ റേഡിയോ വേവ്സുകളൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഇതൊരു വേവ് ആയിരിക്കും. ആ വേവ് എന്ത് ചെയ്യുന്ന അറിയോ? എങ്ങനെ? തൊട്ട് മുമ്പിൽ ഒരു ഒബ്ജക്റ്റ് വരികയാണെങ്കിൽ ഇവിടുന്ന് ഒരു വേവ് പ്രൊഡ്യൂസ് ചെയ്യും. ആ വേവ് നേരെ പോയിട്ട് ഇതേപോലെ തന്നെ ആ വേവ് എങ്ങനെ പോയിട്ട് ആ ഒബ്ജക്റ്റിൽ പോയി തട്ടിയിട്ട് തിരിച്ചു വരും. അപ്പോൾ ആ ഡിവൈസിന് മെഷർ ചെയ്യാൻ പറ്റും, സമയം മെഷർ ചെയ്യാം. ഒരു വേവ് ഇവിടുന്ന് പുറത്തിറങ്ങി അത് എപ്പോഴാണ് തിരിച്ചു വരുന്ന സമയം അത് കിട്ടും. വേവിന്റെ വെലോസിറ്റി കോൺസ്റ്റന്റ്, അത് മാറൂല. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും അറിയോ? ഈ ഡി കാണാൻ പറ്റും. ഇതേ ഇക്വേഷൻ കണ്ടോ, ഒറ്റ കാര്യമുള്ളൂ. ഇവിടെ വി ആണ്, അവിടെ സി ആയിരിക്കും. അവിടെ ലൈറ്റ് EM വേവ് ആയതുകൊണ്ട് ലൈറ്റ് ആണ്. അപ്പോൾ സിന്റെ വാല്യൂ 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. കണ്ടോ, അപ്പോൾ നമുക്ക് ഡി കാണാം, ടൈം കിട്ടും, സി കിട്ടി, അപ്പോൾ നമുക്ക് ഡിസ്റ്റൻസ് കാണാം. അങ്ങനെയാണ് റഡാർ സംവിധാനം വർക്ക് ചെയ്യുന്നത്. നമ്മുടെ ആർമിയിലും നേവിയിലും നമ്മുടെ എതിരെ വരുന്ന എതിരാളിൻ്റെ അതിൻ്റെ പൊസിഷൻ കാണാൻ, അല്ലെങ്കിൽ ആ വസ്തു എവിടെയാണ് ഇരിക്കുന്നത് കൃത്യമായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഈ റഡാർ സംവിധാനം ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇന്ന് വാഹനങ്ങൾ ഉപയോഗിച്ച് കാണുന്നു. ഓക്കെ, ഞാൻ മറ്റൊരു സാധനം കാണുന്നുണ്ട്. നാളെ ഇത് മൊബൈൽ ഫോണുകളിൽ ഉപയോഗിച്ച് തുടങ്ങും. സംശയമൊന്നുമില്ലാത്തതാണ്, ഒരു അപ്ഡേറ്റഡ് ടെക്നോളജിയാണ്. ഓക്കെ, ഇരിക്കട്ടെ, അതിലേക്ക് പോകുന്നില്ല. മറ്റൊന്നാണ് സൊണാർ. സൊണാർ എന്ന് പറഞ്ഞാൽ ഇതേ പ്രോസസ് തന്നെയാണ്. ഇത് എയറിലൂടെയാണെന്ന് മാത്രം, മറ്റത് വെള്ളത്തിലൂടെയാണ്. സൊണാർ സൗണ്ട് വേവുകളാണ് പ്രൊഡ്യൂസ് ചെയ്യുക. സൊണാർ എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഈ കപ്പലുകളിലൊക്കെ കപ്പലിലും എന്തുണ്ട്, യാത്ര ചെയ്യുമ്പോൾ എഗെയിൻസ്റ്റ് നമ്മൾ എതിരെ വരുന്ന ഒബ്ജക്റ്റുകളെ കാണാം. പ്രത്യേകിച്ച് അത് യൂസ് ചെയ്യുന്നത് നമ്മുടെ മുങ്ങിക്കപ്പലുകളൊക്കെ ഉണ്ട്, ആർമി നേവിയൊക്കെ ഉപയോഗിക്കുന്ന മുങ്ങിക്കപ്പലുകളിലൊക്കെ. കാരണം മുങ്ങിക്കപ്പൽ കംപ്ലീറ്റ് വെള്ളത്തിനടിയിലാണ്. അപ്പോൾ അവർക്ക് എതിരെ ഒബ്ജക്റ്റ് വരുന്നുണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റിന്റെ പൊസിഷൻ നിർണ്ണയിക്കാൻ സൊണാർസ് യൂസ് ചെയ്യാറുണ്ട്. അവിടെയും ഇക്വേഷൻ ഇത് തന്നെയാണ്, മാറ്റൊന്നുമില്ല. VT ഡിവൈഡ് ബൈ 2. ഈ ഒരു റിഫ്ലക്ഷൻ ആണ്, ഈ എക്കോ എന്ന കോൺസെപ്റ്റിൽ നിന്നാണ് ഇതെല്ലാം നമ്മൾ എത്തിയിട്ടുള്ളത്. മനസ്സിലാക്കാം. ഇനി ഓഡിബിലിറ്റി. നമുക്കങ്ങനെ എല്ലാ സൗണ്ടുകളും കേൾക്കാൻ കഴിയില്ല. കഴിയോ? ഇല്ല. അതിന് കാരണം നമ്മുടെ ചെവിക്കൊരു പ്രത്യേകത ഉണ്ട്. ചില ഫ്രീക്വൻസി റേഞ്ചിലുള്ള സൗണ്ടുകൾ മാത്രമേ കേൾക്കാൻ സാധിക്കുള്ളൂ. നോക്കൂ, ഇതാണ് ഒരു മനുഷ്യന്റെ ഓഡിബിൾ ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറയുന്നത് 20 ഹേർട്സ് മുതൽ 20,000 ഹേർട്സ് വരെ ഉണ്ടാകുന്ന ഫ്രീക്വൻസി സൗണ്ടുകളെ നമുക്ക് കേൾക്കാൻ സാധിക്കൂ. പക്ഷേ 20,000 ഹേർട്സിന് മുകളിലേക്കുള്ളതിനെ അൾട്രാസോണിക് വേവ്സ് എന്ന് പറയും. 20 ഹേർട്സിന് താഴേക്കുള്ളതിനെ ഇൻഫ്രാസോണിക് എന്നും പറയും. നോക്കുക, ഇവിടെ കുറച്ച് റീജിയൻ ആണ്. ഒന്ന് ഡോഗ്സ്, നായകൾക്ക് 20 ഹേർട്സ് മുതൽ അൾട്രാസോണിക് റേഞ്ചും അഥവാ 45,000 ഹേർട്സ് വരെ ഉണ്ടാകുന്ന റീജിയൻ സൗണ്ട് വരെ അവർക്ക് കേൾക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഡോഗ്സുകളുടെ പ്രത്യേകത. ഓക്കെ, നോക്കി, ഇതിനെ സീസ്മിക് വേവ്സ് എന്ന് പറയും ഈ റേഞ്ചിന് കേട്ടോ. ബിലോ 20 ഹേർട്സ് സീസ്മിക് വേവ്സുകളാണ് എന്തിനു യൂസ് ചെയ്യുന്നത്? നമുക്ക് ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു എർത്ത് ക്വേക്ക് ഉണ്ടാകുന്നു. ഈ എർത്ത് ക്വേക്കിന്റെ സമയത്ത് അത് ഫ്രീക്ഷൻ, അതിൻ്റെ റിച്ചർ സ്കെയിൽ അല്ലെങ്കിൽ അതിൻ്റെ ആഘാതം മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസുകളൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ്. ഓക്കെ, ഓർത്തിരിക്കുക, ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. PGRs ആണെങ്കിൽ ഇതാണ് അവരുടെ റേഞ്ച്. അവർക്ക് ഇൻഫ്രാസോണിക് റീജിയനും പറ്റും, അതുപോലെ 20,000 ഹേർട്സ് വരെ പറ്റും. ബാറ്റ്സുകൾക്ക് നോക്കൂ കേട്ടോ, ഒരു ഏകദേശം ഹ്യൂമൻ റേഞ്ച് കംപ്ലീറ്റ് പറ്റില്ല, അവിടുന്ന് അങ്ങോട്ട് അൾട്രാസോണിക്കും അവർക്ക് പറ്റും. ഈ ബാറ്റുകൾ, വവ്വാലുകൾ സഞ്ചരിക്കുന്നത് ഈ അൾട്രാസോണിക് വേവ്സുകൾ ഉപയോഗിച്ചിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ഓരോ ഒബ്ജക്റ്റുകളെയും പൊസിഷൻ ചെയ്യുന്നതൊക്കെ. ഓക്കെ, കാറ്റുകളാണെങ്കിൽ അവർക്ക് അൾട്രാസോണിക് റേഞ്ചും ഏകദേശം ഉണ്ട്, ഹ്യൂമൻ റേഞ്ചും ഏകദേശം കിട്ടുന്നുണ്ട്. ഇതൊക്കെയാണ് അവരുടെ ഡിഫറെൻറ്റ് റേഞ്ചുകൾ. ഇനി ഓർത്തിരിക്കട്ടോ, ഈ അൾട്രാസോണിക് വേവുകൾ ഒരുപാട് കാര്യങ്ങൾക്ക് യൂസ് ചെയ്യുന്നുണ്ട്. നോക്കണേ, ഒന്നാണ് ക്രഷ് കിഡ്നി സ്റ്റോൺസ്.
കിഡ്നി നമ്മുടെ മൂത്രത്തിൽ കല്ലിനെ പൊടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു അല്ലേ, ലേസർ ട്രീറ്റ്മെൻറ്റ്. അതിൽ നമ്മൾ ലേസർ എന്ന് പറഞ്ഞ അൾട്രാസോണിക് ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, മറ്റൊന്നാണ് ഫിസിയോതെറാപ്പി. പല ഫിസിയോതെറാപ്പിക്ക് വേണ്ടിയിട്ട് നമ്മൾ അൾട്രാസോണിക് വേവ്സുകൾ ഉപയോഗിക്കുന്നുണ്ട്. മാത്രമല്ല ഇമേജസ് ഓഫ് ഇന്റേണൽ ഓർഗൻസ്, നമ്മൾ ഇന്റേണൽ ഓർഗൻസ് ആയിട്ടുള്ള കിഡ്നിയുടെയും ലിവറിൻ്റെയും ഒക്കെ ഇമേജസുകൾ കാണാൻ വേണ്ടിയിട്ട് ഈ അൾട്രാസോണിക് വേവ്സുകളാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, മറ്റൊന്ന്, ഇത് മാത്രമല്ല നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കാം, നമ്മൾ അമ്മമാരൊക്കെ ഗർഭിണിയാണ സമയത്ത് ആ വയറിൻ്റെ ഉള്ളിലുള്ള കുട്ടിയുടെ ചലനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നത് അൾട്രാസോണിക് വേവ്സുകൾ ഉപയോഗിച്ചുള്ള ഡിവൈസുകളാണ്. ഓക്കെ, അതേപോലെ തന്നെ മെഷർ ഡിസ്റ്റൻസ്, നമ്മൾ നേരത്തെ പറഞ്ഞു സോണാർ ഉപയോഗിക്കുന്നു. ഓക്കെ, ക്ലീനിങ് ജ്വല്ലറീസുകൾ അല്ലെങ്കിൽ ജ്വൽസിൻ്റെ ഒക്കെ ഉള്ളിലുണ്ടാകുന്ന അഴുക്കുകൾ കളയാൻ വേണ്ടിയിട്ടൊക്കെ അൾട്രാസോണിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇൻഫ്രാസോണിക്കും യൂസ് ചെയ്യുന്നുണ്ട്. നോക്കണേ, മോണിറ്ററിങ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പെട്ടെന്ന് എർത്ത് ക്വേക്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ആ ഒരു സിസ്മിക് വേവ്സുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കാണുന്നതൊക്കെ ഈ ഇൻഫ്രാസോണിക് വേവ്സിൻ്റെ അപ്ലിക്കേഷൻസ് ആണ്. മാത്രമല്ല ഡിറ്റക്റ്റിംഗ് എക്സ്പ്ലോഷൻ, അവ പൊട്ടിത്തെറിക്കാവുന്ന എക്സ്പ്ലോസീവ് ബോംബുകളും ഒക്കെ എവിടെയാണെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടും ഈ കാണുന്ന ഇൻഫ്രാസോണിക്സുകൾ ഉപയോഗിക്കാറുണ്ട്. ഇതൊക്കെയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. സിമ്പിളാണേ, അപ്പോൾ ഓർത്തിരിക്കണം, പ്രധാനമായിട്ടും ആകെ അറിഞ്ഞിരിക്കേണ്ടത് ഓസിലേറ്ററി മോഷൻ, ഓക്കെ, അതിൽ ടൈം പീരീഡ്, ഫ്രീക്വൻസി, വേവ് ലെങ്ത് എന്ന് പറഞ്ഞ, ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞ 5 പ്രധാനപ്പെട്ട പോയിന്റുകളും അതുമായി ബന്ധപ്പെട്ട് സൗണ്ട് വേവിൻ്റെ സ്പീഡ് v കാണാനുള്ള എഫ് ലാംഡ എന്ന് പറഞ്ഞ ആ ഇക്വേഷൻ വെച്ചുള്ള പ്രോബ്ലംസുകളും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വൃത്തിക്ക് പഠിച്ചു പോകണം. അപ്പോൾ ഇവിടുന്ന് ഈ പറഞ്ഞ ഭാഗത്തുനിന്നേ ക്വസ്റ്റ്യൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.